ഒരു സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നൂല് വെട്ടി റെഡിയാക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് എലാസ്റ്റിക് ഫിറ്റ് ചെയ്യാൻ ഉണ്ടാവും. ഇതാണ് മാക്സിമം ഫ്ലെയറിൽ സാധാ പലാസോ എന്ന് പറയുന്നത്. നല്ല ഫ്ലെയർ ഉണ്ടാവും. ഫ്ലെയർ കുറച്ചും ചെയ്യാം. ഇത് നല്ല ഫ്ലെയറിലാണ് നമ്മൾ ചെയ്യുന്നത്. മിഡി പോലെ തന്നെ തോന്നിക്കും. ഇനി നമ്മൾ അരക്ക് എലാസ്റ്റിക് കൊടുക്കുക. അപ്പോൾ എലാസ്റ്റിക് എടുക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരവണ്ണം വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4 ഇഞ്ച് കുറക്കുക. 28 ഇഞ്ച് അരവണ്ണാണെങ്കിൽ 4 ഇഞ്ച് കുറച്ചിട്ട് 24 ഇഞ്ച് ഇതാണ് എലാസ്റ്റിക് കെട്ടിയത്. ഇതിപ്പോൾ നമ്മൾ സുമാർ അരവണ്ണ ആയതുകൊണ്ട് ഇങ്ങനെ പകുതി എടുത്തിട്ട് നമ്മളിങ്ങനെ മടക്കിയിട്ടൊന്ന് വലിച്ചു നോക്കുക. ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തോട്ട് എത്തുന്നുണ്ടെങ്കിൽ അത് ഓക്കെ. അപ്പോൾ എത്തുന്നില്ല. ബോഡിയിലൂടെ എലാസ്റ്റിക് കൊടുക്കുക. 2 ഇഞ്ചൂടെ എലാസ്റ്റിക് കൂട്ടി കൊടുക്കുക. ഇത് അത്യാവശ്യം അരവണ്ണമുള്ള ഒരാൾക്കാണ്. അപ്പോൾ ഇത് മതിയാവും. ഏകദേശം ഒരു 32 ഇഞ്ച്. അപ്പോൾ ഒരു 36 ഇഞ്ചാണ് ഇതിൻ്റെ അരവണ്ണം. അത് കറക്റ്റാണ്. അപ്പോൾ 32 ഇഞ്ചിൽ നമ്മൾ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അത് 36 ഇഞ്ച് അരവണ്ണമുള്ള ആൾക്കാണ്. അപ്പോൾ നമ്മൾ 32 എടുത്തത്. അരവണ്ണത്തിനേക്കാളും 4 ഇഞ്ച് കൂട്ടി കുറച്ചിട്ടാണ് എലാസ്റ്റിക് എടുക്കുന്നത്. എലാസ്റ്റിക്കിന് നമ്മൾ മെയിൻ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ എലാസ്റ്റിക് ആണെങ്കിൽ 10 ഇഞ്ച് കൂട്ടുക അരവണ്ണം. അപ്പോൾ 32 അരവണ്ണമുള്ള ഒരാൾക്ക് 10 ഇഞ്ച് കൂട്ടിയിട്ട് 42 ഇഞ്ചിലാണ് നമ്മൾ പാൻറ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ഭാഗം 10.5 ഇഞ്ച് തുണ്ട് കഴിച്ച് നമുക്ക് ഈ സീറ്റിൻ്റെ ഈ ഒരു ഭാഗം കിട്ടണം. സീറ്റിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം. അപ്പോൾ എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ചെയ്യും. നമുക്ക് 6 ഇഞ്ചൊക്കെ കൂട്ടിയാൽ മതി. പക്ഷേ അപ്പോൾ എലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് ഇവിടെ വലിഞ്ഞ് തുണി കൂടുതലായി കിട്ടില്ല. ഇനി നമ്മളിത് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എലാസ്റ്റിക് ജോയിൻ ചെയ്തു. എലാസ്റ്റിക് ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടിയിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്ന സമയത്ത് നല്ലോണം കെട്ടിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വലിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും. ഇനി എലാസ്റ്റിക്കിന് നമ്മൾ നേരെ റൗണ്ട് ചെയ്ത എലാസ്റ്റിക്കിന് ഒരു ഭാഗം പിടിക്കുക. എലാസ്റ്റിക്കിൻ്റെ വീതി കണക്കാക്കിയിട്ട് ഇവിടെ എലാസ്റ്റിക്കുമ്പോൾ കൊള്ളാത്ത വിധത്തിൽ തുമ്പിട്ടിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ഇനി എലാസ്റ്റിക് ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതേ വീതിയിൽ, ഇപ്പോൾ നമ്മൾ അടിച്ച അതേ ലെവലിൽ ഒരേ വീതിയിൽ ചുറ്റും അടിച്ചെടുക്കണം. എലാസ്റ്റിക്കുമ്പോൾ ഒരിക്കലും സ്റ്റിച്ച് തട്ടരുത്. തട്ടി എലാസ്റ്റിക് വലിയിട്ടില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇതടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എലാസ്റ്റിക്കിൽ തട്ടരുത്. തട്ടിയാൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് അയക്കാൻ നിൽക്കണം. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വീതി കറക്റ്റ് ആക്കിയിട്ട് അതിനങ്ങനെ അടിച്ചു കൊടുത്താൽ, നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോവിൽ ചെയ്താൽ മതി. അങ്ങനെ സ്പീഡിൽ അടിക്കണമെന്നില്ല. കുറച്ച് സാവധാനം വഴിക്ക് ചെയ്താൽ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് എലാസ്റ്റിക് ഒന്ന് വലിച്ചു കൊടുക്കുക. നമുക്ക് അടിക്കാൻ ഇതിന് വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ എക്സ്ട്രാ വരുന്നതൊക്കെ അങ്ങോട്ട് തള്ളി കൊടുക്കുക. ഇവിടെ എലാസ്റ്റിക് ഫ്രീ ആക്കിയിട്ട് നമ്മളെ കയ്യിലേക്ക് കറക്റ്റ് ആക്കിയിട്ട് എലാസ്റ്റിക്കിനെ ഫ്രീ ആയിട്ട് എടുക്കുക. അപ്പോൾ എലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എലാസ്റ്റിക് ഫിറ്റ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. മുമ്പ് നമ്മൾ എലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അമ്പർല പലാസോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ എലാസ്റ്റിക് ഫിറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തന്നിരുന്നു.
അതിൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്തത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഇതിനെ പൊരിച്ച് ഇത് നമ്മൾ നല്ല വശത്തോട്ട് പിടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഇനി ഇലാസ്റ്റിക്കിനൊക്കെ ഒന്ന് ഒപ്പാക്കി തുമ്പ് കറക്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലക്കുന്ന സമയത്ത് ചുരുണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടിയിരിക്കുന്നത്. നല്ലോണം കെട്ടിട്ട് തന്നെ അടിക്കുക. ഇനി ഇതടിക്കുന്ന സമയത്ത് ഇലാസ്റ്റിക് നല്ലോണം വലിച്ചു കൊടുക്കണം. തുമ്പ് ഇങ്ങോട്ട് ഒരേ ഇലാസ്റ്റിക്കിനോടൊപ്പം തന്നെ ഈ ഭാഗം വരണം, അല്ലെങ്കിൽ കയറി ഇറങ്ങി നിൽക്കും. നല്ലോണം വലിച്ചു കൊടുക്കണം. ഒരേപോലെ തന്നെ നോക്കണം, തുണി വലിഞ്ഞു പോകരുത്. വലിയാതെ ഒരേ ലെവലിൽ കിട്ടണം. നമുക്ക് അതിനനുസരിച്ച് കൊടുക്കുക. നല്ലോണം രണ്ട് ഭാഗം ഇലാസ്റ്റിക് വലിച്ചു കൊടുക്കുക. തുണി എക്സ്ട്രാ നീങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തള്ളി ഇങ്ങോട്ട് നീക്കി കൊടുക്കുക. ഒരേ ചെയ്തെടുക്കുക. കഴിഞ്ഞ ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് പലാസ പാൻറ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. മറ്റൊരു ഡ്രസ്സുമായി അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതുവരേക്കും ബൈ.